ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം യഥാർത്ഥ ഒരു നേതാവിന് ഉണ്ടാകേണ്ടുന്നതാകുന്ന ഗുണം എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവാശ്രയം അതിനെപ്പറ്റി നമ്മൾ അല്പമായി ചിന്തിപ്പാനിടയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഇസ്രായേൽ മക്കളുടെ കഷ്ടതയുടെ നടുവിൽ നിന്ന് മിസ്രയീമിൽ നിന്നവരെ ഉദ്ധരിക്കേണ്ടതിന് ദൈവം വിഖനായ മോശയെ ശക്തീകരിച്ച് ഫറവോന്റെ അടുക്കലേക്ക് അയക്കുന്നു. മോശയ്ക്ക് പലവിധമാകുന്ന ചോദ്യം ആ സന്ദർഭങ്ങളിലുണ്ട്. വീണ്ടും മോശയെ ദൈവം ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് ഉദ്ധാരണത്തിന് വിടുതലിന് അയക്കുമ്പോൾ മോശ ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, അവര് ആരയച്ചു, അവന്റെ നാമം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് എന്ത് ഉത്തരം പറയണം? അതാണ് പുറപ്പാട് പുസ്തകം 3:13 നാം വായിക്കുന്നത്. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു. അതിന്റെ മറുപടിയായിട്ട് കർത്താവ് പറയുകയാണ്, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഇവിടെ കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ യഹോവയായ ദൈവം പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. അഥവാ ഇവിടെ കർത്താവിന്റെ നാമം ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ഞാനാകുന്നവൻ എന്നുള്ളത്, അതിനെക്കുറിച്ച് നാം ഒന്നുകൂടി നമ്മളോടുള്ള ബന്ധത്തിൽ അത് ഏറ്റെടുത്ത് പഠിച്ചാൽ, നിനക്ക് എന്താവശ്യമുണ്ടോ അത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ആ ആവശ്യത്വത്തെ നിവർത്തിക്കുവാൻ ശക്തനായവൻ ഞാനാണ്. നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, അല്ലെങ്കിൽ നിന്റെ മറ്റ് യാതൊരു സാമർഥ്യം കൊണ്ടുമല്ല. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ വിടുവിക്കും. അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15:57 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് അവിടെ പൗലോസിന് പറയുവാനായിട്ട് ഉള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയാസവേളകൾ, പ്രതിസന്ധികളിൽ ശത്രു നമ്മോട് യുദ്ധ സന്നദ്ധമായി കടന്നു വരുമ്പോൾ അവിടെയെല്ലാം കർത്താവിനോട് ചേർന്ന് നിന്നാൽ നിശ്ചയമായിട്ടും വിടുതൽ നമ്മുടെ കയ്യിലാണ്. ആ വിടുതൽ സുനിശ്ചിതമാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ രോഗക്കിടക്ക മാറ്റിവിരിക്കുന്നവൻ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ അകറ്റിക്കളയുന്നവൻ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് പൗലോസിന് പറയുവാനുള്ളത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് പോരായ്മ തോന്നുന്നുവോ, ഏതെങ്കിലും പ്രതിസന്ധികളിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ കഴിയാതെ കുഴയുന്നുവോ, കർത്താവിനോട് ചേർന്ന് നിൽക്കാം, കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രതികൂലത്തെ എതിരിടുവാൻ ആവശ്യമായ ആത്മീയ ബലം നമുക്ക് ആർജിച്ചെടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു.